ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഈ ബ്യൂട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ 17 ബദരീദ്ദീൻ്റെ ദിനം. അപ്പം ഞാൻ കുറേ ആയി വീഡിയോ ഇടാത്തത്. ഇന്ന് പറയുന്നത് സ്കൂൾ പരീക്ഷയാണ് ഗൈസ്. അപ്പോൾ സ്കൂൾ പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ ഇടാതാണ് വിചാരിച്ചത്. പക്ഷെ ഇന്ന് എനിക്ക് രാവിലെ ആയിരുന്നു പരീക്ഷ. എപ്പോഴും രാവിലെ തന്നെയാണ്, എപ്പോഴും ഇടാമെന്ന് വിചാരിക്കും, പിന്നെ മറന്നു. ഇന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് നോമ്പ് 17 ആണല്ലോ. അപ്പോൾ എനിക്ക് നോമ്പ് 17 ആയല്ലോ, അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ 30 നോമ്പ് നോക്കണമെന്നാണ് വിചാരിക്കുന്നത്, ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾക്ക് എത്ര നോമ്പായെന്നൊന്ന് കമൻറ്റ് പറയണേ. അപ്പോൾ ഇപ്പം എണീറ്റ് വരും ഗൈസ്. അപ്പോൾ പള്ളിക്കെല്ലാം പോകാനുണ്ട്. ബദരീദ്ദീൻ്റെ ദിനാണല്ലോ, അതുകൊണ്ട് പള്ളിക്കെല്ലാം പോകാനുണ്ട്. ഇപ്പം സമയം 3:41 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം വരും അവൾ. ഇപ്പം ഭാഗം കൊടുക്കും, അസർ ഭാഗം കൊടുക്കും. അപ്പോൾ അവൾ വരും. ഹിബക്ക് പരീക്ഷയാണ്. ഹിബക്ക് എപ്പോഴും രാവിലെ വിടും, പക്ഷെ ഇന്ന് മാത്രം ഗ്ലാസ് ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് ഉച്ചക്ക് വിടില്ല, വൈകുന്നേരം വിടും. അതുകൊണ്ട് സമയം ഇപ്പം ലേറ്റായത്. അവളിപ്പോൾ ഓടി വരും. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ കൂട്ടാൻ പോകണം, ഇല്ലെങ്കിൽ ഹിബ ഓടി വരും. നോക്കാം ഗൈസ്. അവൾ വന്നിട്ടില്ല, അവൾ വരുന്ന കാണാം. അവൾ വന്നിട്ടില്ല ഗൈസ്. അപ്പോൾ അവൾ വന്ന പാട് കുളിക്കാൻ പോകും. കാരണം നമ്മളൊക്കെ ഞാൻ കുളിച്ച് ചായച്ചുണ്ട്. അപ്പോൾ വേഗം പോവും. സമയം ലേറ്റായില്ലേ, അതുകൊണ്ട് വേഗം പോവും പള്ളിക്ക്. അതുകൊണ്ട് ഹിബ വേഗം പാട് കുളിക്കും. അപ്പോൾ നിങ്ങൾ ഇതേമാതിരി പള്ളിക്ക് പോകാനുണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഇന്ന് നല്ലൊരു ദിവസമായതുകൊണ്ട് കുറച്ച് ആക്കുവാണ് ഞാൻ നിർത്തുന്നുണ്ട്. അപ്പം എല്ലാവരും 30 നോമ്പ് നോക്കാൻ കഴിയട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരും ബദരീദ്ദ് അതുകൊണ്ട് ഫാത്തിഹ ഓതുക. ഞാൻ ഫാത്തിഹ ഓതിയിട്ടുണ്ട്. അപ്പം എല്ലാവരും നോമ്പ് നോക്കിനോന്നൊന്ന് കമൻറ്റ് പറയാം. ആരും ഇപ്പോൾ കമൻറ്റൊന്നും ഇടുന്നില്ല, സബ്സ്ക്രൈബൊന്നും ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്ത ആളെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്ലീസ് എൻ്റെ വീഡിയോ ഒന്ന് എല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം അസ്സലാമു അലൈക്കും.